ടൊറന്റോയിലെ നൃത്യ സദസ്സുകളിലും കലാവേദികളിലും നിറഞ്ഞു നിൽക്കുന്ന 175ഓളം വിദ്യാർത്ഥികളുടെ ഗുരുവും നൃത്തകലാ കേന്ദ്രയുടെ സ്ഥാപകയും അതുപോലെ ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ, ഫ്യൂഷൻ നൃത്താവിഷ്കാരങ്ങളിലൂടെ നമുക്കെല്ലാം സുപരിചിതയായ പ്രീത കണ്ടൻജാത്തയാണ് നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി. നമുക്ക് സ്വാഗതം ചെയ്യാം പ്രീത കണ്ടൻജാത്തെ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു കവിത. പ്രീതേച്ചി, ഏതൊരു ഡാൻസ് ഫോം നമ്മൾ ചെയ്യുമ്പോഴും ആദ്യം വന്ദനം, നമ്മളൊരു ഗുരുവിനെ വന്ദിക്കുന്നു, അതുപോലെ അങ്ങനെയാണല്ലോ തുടങ്ങുക, വന്ദനം എന്നുള്ളതിലാണ് തുടങ്ങുക. അപ്പോൾ പ്രീതേച്ചി ഒരു പ്രോഗ്രാം പെർഫോം ചെയ്യുമ്പോഴാണെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും ആദ്യം ആ വന്ദനം ചെയ്യുന്ന സമയത്ത് ആരെയാണ് ആദ്യം മനസ്സിൽ ഓർക്കാറ്? മാതാപിതാ ഗുരു ദൈവം, ആ ഒരു സെന്റൻസ് അത് നമ്മൾ വളരെ ചെറുപ്പം മുതൽ കേട്ട് വളർന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ നൃത്തത്തിലും ഞാൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും എല്ലാം അത് തന്നെയാണ് ഫോളോ ചെയ്യാൻ എനിക്ക് തോന്നാറുള്ളത്. മാതാവ്, പിതാവ്, ഗുരു, ദൈവം, എല്ലാവരെയും ചെലങ്കാണിയുമ്പോൾ ഞാൻ ഒരേ നിമിഷം ഓർക്കാറുണ്ട്. എന്നിട്ട് മാത്രമേ ഏത് സദസ്സിലും കയറാറുള്ളൂ. എൻ്റെ കുട്ടികളോടും അത് തന്നെ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. അതിലൊരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല വരാറുണ്ട് എന്നുള്ളത്. നാട്ടിൽ എവിടെയാണ്, നാട്ടിലത്തെ ആ ഒരു ബാല്യകാലം എങ്ങനെയാണ്? എപ്പോഴും തൊട്ട് തുടങ്ങി ഡാൻസ് പഠിക്കും? നാട്ടിൽ എൻ്റെ നാട് ഒറ്റപ്പാലത്തടുത്ത് കാറൽമണ്ണ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. കലയ്ക്ക് ഒരുപാട് പ്രാധാന്യമുള്ളൊരു ഗ്രാമമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും കല ഒരു നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പോലെയാണ്. ഞാൻ ജനിച്ചത് നരിപ്പറ്റ എന്നൊരു ബ്രാഹ്മണ കുടുംബത്തിലാണ്, നമ്പൂതിരി കുടുംബത്തിലാണ്. ഞങ്ങളുടെ ഇല്ലത്ത് എല്ലാവർക്കും കലയായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടാവും. എൻ്റെ അച്ഛൻ്റെ അനിയൻ കഥകളി ആശാനാണ്, നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി. ഏറ്റവും അവസാനത്തെ അനിയൻ സ്കൂൾ ഓഫ് ഡ്രാമയിലെ നാടകം ഇതിൻ്റെ പ്രൊഫസറാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യം, പൈതൃകമൊക്കെ ആണ് എൻ്റെ ബാല്യം. തുടക്കത്തിലെ 3 വയസ്സ് മുതൽ നൃത്തം അഭ്യസിക്കാൻ തുടങ്ങി. പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇന്നും അത് തന്നെ ചെയ്യാൻ സാധിക്കുന്നത് ഈശ്വരാധീനമാണ്, ഗുരുത്വമാണ്, എൻ്റെ ഭാഗ്യമാണെന്ന് തന്നെ വിചാരിക്കണമെന്ന്. ആരൊക്കെയായിരുന്നു ആദ്യകാലങ്ങളിൽ ഗുരു എന്ന് പറയാൻ? എൻ്റെ ആദ്യത്തെ ഗുരു സദനം ലക്ഷ്മിക്കുട്ടി അമ്മ. അവരാണ് എന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ചത്. ടീച്ചറെ എനിക്ക് പക്ഷെ അത്രയ്ക്ക് ഓർമ്മയില്ല. കുറച്ച് ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് ആയപ്പോഴത്തേക്കും ഞാൻ കലാമണ്ഡലം ഇന്ദിരയുടെ സ്റ്റുഡൻ്റായി. അപ്പോൾ ആരാണ് എൻ്റെ ഗുരു ചോദിച്ചാൽ എപ്പോഴും കലാമണ്ഡലം ഇന്ദിര തന്നെയാണ്. കാരണം ടീച്ചറെയാണ് എനിക്ക് ഓർമ്മ ഉള്ളത്. ഞാൻ പഠിച്ചിരിക്കുന്നതെല്ലാം കലാമണ്ഡലം ഇന്ദിര ടീച്ചറുടെ കീഴിലാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എൻ്റെ എന്തെങ്കിലും അങ്ങനെ എനിക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതെല്ലാം തീർക്കുന്നത് പ്രസിദ്ധ നർത്തകി രാജശ്രീ വാര്യരുടെ കീഴിലാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാനും നാട്ടിൽ പോകുമ്പോൾ ഞാൻ അവിടെ ഒരിക്കലും പോയി താമസിച്ച് പഠിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാ കുട്ടികളുടെയും എന്താ പറയുക, വളരെ പ്രിയപ്പെട്ട ഒരു പ്രീത ടീച്ചറാണ്, പ്രീത ചേച്ചിയാണ്, പ്രീത ആൻറ്റിയാണ്. ഇത്രയും ക്ഷമ ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഏത് ഗുരുവിൽ നിന്നാണ്? ഞാൻ ചോദിച്ചേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ടീച്ചറുടെ അതേ സ്വഭാവം തന്നെയാണ് പഠിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് വന്നിട്ടുള്ളത് എന്ന് തോന്നുന്നു. കാരണം ടീച്ചറുടെ ഒരു നിയമം എന്തായിരുന്നു വെച്ചാൽ, ക്ലാസ്സിൽ വരുമ്പോൾ കുട്ടികളത് എൻജോയ് ചെയ്യണം. എന്താണ് പഠിക്കുന്നത് അത് എൻജോയ് ചെയ്ത് പഠിക്കണം. അതൊരു നിർബന്ധമായിരുന്നു ടീച്ചർക്ക്. കുട്ടികൾ വരുമ്പോൾ പേടിച്ച് അയ്യോ ഡാൻസ് ക്ലാസ് എന്ന് പറഞ്ഞ് വരരുത് എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടോ എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. ഞാനൊരു ടീച്ചറായിട്ട് മാറിയപ്പോഴും ഞാൻ എപ്പോഴും കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക അതാണ്, ഡാൻസ് ക്ലാസ്സിൽ വരുമ്പോൾ ഇവിടെ വരാൻ ഇഷ്ടമായിട്ട് വരണം. അങ്ങനെ ഇഷ്ടമായിട്ട് വരണം എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, അങ്ങനെ ആയാൽ മാത്രമേ ആ നൃത്തം നമ്മുടെ ആത്മാവിലേക്ക് പോകുള്ളൂ. ഒരു ആത്മാവിലേക്ക് പോയാൽ മാത്രമേ അവരൊരു നല്ല നർത്തകിയാവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം കുട്ടികൾക്കൊക്കെ എൻ്റെ ഒരു സോഫ്റ്റ്നെസ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒട്ടും ഹാർഡായിട്ടുള്ളൊരു ടീച്ചർ അല്ല എന്നുള്ളൊരു പേരുണ്ട് എനിക്ക്. പക്ഷെ അതിൻ്റെ കാരണം ഇതാണ്, എൻ്റെ ടീച്ചർ തന്നെയാണ് അതിൻ്റെ പിന്നിൽ. ഇതുവരെ ഓക്കെ ആണോ? Yeah. പോയിക്കൊണ്ടിരിക്കുക. Yeah. If you want to take a short break.